ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശി ഉദയാസ്തമ പൂജ മാറ്റിയതിൽ ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. പൂജ വൃശ്ചിക ഏകാദശി ദിവസം തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ബെഞ്ച് ഉത്തരവിട്ടു. വർഷങ്ങളായി നടത്തുന്ന പൂജ ഭരണപരമായ അസൗകര്യങ്ങളുടെ പേരിൽ തന്ത്രിക്ക് മാറ്റാനാകില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിലാണ് തുലാമാസത്തിലേക്ക് പൂജ മാറ്റിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് നടപടി. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, എന്തെല്ലാം കാര്യങ്ങളാണ് സുപ്രീം കോടതി പറഞ്ഞത്? PR അരവിന്ദ് അല്പസമയത്തിനകം തന്നെ ചേരും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശി ഉദയാസ്തമ പൂജ മാറ്റിയതിലാണ് ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. പൂജ വൃശ്ചിക ഏകാദശി ദിവസം തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. വർഷങ്ങളായി നടത്തുന്ന പൂജ ഭരണപരമായ അസൗകര്യങ്ങളുടെ പേരിൽ തന്ത്രിക്ക് മാറ്റാനാകില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിലാണ് തുലാമാസത്തിലേക്ക് പൂജ മാറ്റിയിരുന്നത്. ഇതിനെതിരെയാണ് നടപടി. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, വിശദാംശങ്ങൾ. ദേവസ്വം ഭരണസമിതിക്കാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ വൃശ്ചികത്തിലെ ഏകാദശി ദിവസം തന്നെ നടത്തണമെന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ പൂജ മാറ്റാൻ തന്ത്രിയുടെ അനുമതിയോടെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു. ഭക്തരുടെ സൗകര്യം അനുസരിച്ചാണ് ഇതെന്നായിരുന്നു ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ക്ഷേത്ര പ്രതിഷ്ഠയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുകയാണ് തന്ത്രിയുടെ ഉത്തരവാദിത്വമെന്നും ആ ഭക്തരുടെ സൗകര്യം നോക്കി പൂജാ സമയം മാറ്റേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വൃശ്ചിക മാസം ഏകാദശി ഡിസംബർ 1-നാണ്. ഉദയാസ്തമയ പൂജ അന്ന് നടത്തണമെന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടത്. നേരത്തെ നവംബർ 2-ന് നടത്താനായിരുന്നു കോടതി ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിൽ അത്തരം ഒരു തീരുമാനം വേണ്ടെന്നും ഇത്തരത്തിൽ വൃശ്ചികത്തിൽ ഏകാദശി ദിവസം തന്നെ ഇത് നടത്തിയാൽ മതിയെന്നുമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം ഭരണസമിതിക്ക് കനത്ത തിരിച്ചടി തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.